ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. യേശുവേ എൻ ഹൃദയത്തെ നിൻ ഹൃത്തടമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. നിന്റെ കണ്ണുകളെ നിന്റെ കണ്ണുകളാക്കണമേ. ഹല്ലേലൂയ. നീ കണ്ടതുപോലെ കാണാൻ കൃപ നൽകണമേ. എന്റെ കാതുകളെ നിന്റെ കാതുകളാക്കണമേ. ഹല്ലേലൂയ. നീ കേട്ടതുപോലെ കേൾക്കാൻ കൃപ നൽകണമേ. എന്റെ അധരത്തെ നിന്റെ അധരം ആക്കണമേ. ഹല്ലേലൂയ. നീ സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കൃപ നൽകണമേ. നീ വചനം പ്രഘോഷിച്ചതുപോലെ വചനം പ്രഘോഷിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുകയും ഈശോയുമായി ആഴത്തിൽ ബന്ധത്തിലായിരിക്കുന്നതിന് നമ്മൾ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ മുഖശോഭയിൽ. നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതിന് സഹായകരമാണ്. നമ്മൾ അന്വേഷിക്കുന്നത് അവിടുത്തെ കരമല്ല, അവിടുത്തെ മുഖമാണ്. ഈശോ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിനെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ?
റൈച്ചിയസ്നെസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. റൈച്ചിയസ്നെസ് എന്ന് പറഞ്ഞാൽ ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, അതാണ് റൈച്ചിയസ്നെസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നീതി എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയെയാണ് നീതി എന്ന് പറയുന്നത്. ദ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മൾ നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം അന്വേഷിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ വത്തിക്കാൻ കൗൺസിൽ അതിനെങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം എന്താണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിതാണ്: ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വാക്കുകളും ഈശോയുടെ പ്രവൃത്തിയെയുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യം അന്വേഷിക്കുവിൻ, ഈശോയുടെ വാക്കുകൾ അന്വേഷിക്കുവിൻ, ഈശോയുടെ പ്രവർത്തികൾ അന്വേഷിക്കുവിൻ. അതായത് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ അന്വേഷിക്കുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈശോ പറഞ്ഞു നീതി അന്വേഷിക്കുവിൻ. ആ വ്യക്തിയുടെ സാന്നിധ്യവും വാക്കുകളും പ്രവർത്തികളും പിന്നെ നമ്മെ നയിക്കുന്നത് ഈശോ എന്ന ആ വ്യക്തിയിലേക്കുള്ള ബന്ധത്തിലേക്കാണ്. അപ്പോൾ ഈശോയെ അന്വേഷിക്കുവിൻ, ഈശോയുമായിട്ടുള്ള ബന്ധത്തെ അന്വേഷിക്കുവിൻ. അതാണ് മത്തായി 6:33 ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ അന്വേഷിക്കുക, ഈശോയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തെ അന്വേഷിക്കുക. അപ്പോൾ ഇപ്രകാരം ഒരു തിരുമുഖ ഭക്തി, ഈശോയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന തിരുമുഖ ഭക്തി എപ്രകാരമാണ് നമ്മൾ അനുദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അഭ്യസിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈശോ 1844 മുതൽ 1847 വരെ ഫ്രാൻസിലെ ടൂർസ് എന്ന് പറയുന്ന നഗരത്തിലെ ഒരു കർമ്മലീത്ത മിണ്ടാമഠത്തിലെ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി എന്ന് പറയുന്ന ഒരു മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീക്ക് വെളിപ്പെടുത്തലുകൾ നൽകി. ആ വെളിപ്പെടുത്തലുകളിൽ ഈശോ സിസ്റ്റർ മേരിക്ക് നൽകിയ ഒരു പ്രാർത്ഥനയാണ് ഗോൾഡൻ ആരോ പ്രയർ എന്ന് പറയുന്ന പ്രാർത്ഥന. സ്വർണ്ണ അമ്പിൻ്റെ പ്രാർത്ഥന എന്നാണ് അതറിയപ്പെടുന്നത്, ഗോൾഡൻ ആരോ പ്രയർ. ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഇതാണ്: ഈശോയുടെ ഏറ്റവും പരിശുദ്ധമായ നാമം എല്ലായ്പ്പോഴും വാഴ്ത്തപ്പെടട്ടെ. പാരം പരിശുദ്ധവും പാരം ആരാധ്യവും അവാജ്യവും അഗ്രാഹ്യവുമായ ഈശോയുടെ നാമം ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും 3 ലോകത്തിലും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലും എപ്പോഴും ആരാധിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ആ ഗോൾഡൻ ആരോ പ്രയർ, അതിൻ്റെ ചുരുക്കരൂപമാണ് സിസ്റ്റർ മേരി തന്നെ വിശുദ്ധ പത്രോസിൻ്റെ, ഈ മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി തന്നെ പിന്നെ ഡെവലപ്പ് ചെയ്ത് ഈശോ പറഞ്ഞു കൊടുത്ത് പിന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോയുടെ പരിശുദ്ധ നാമം എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ. ബ്ലെസ്സഡ് ബി ദ ഹോളി നെയിം ഓഫ് ജീസസ് ഫോർ എവർ. നിത്യമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും അത് വണങ്ങപ്പെടട്ടെ, അത് വാഴ്ത്തപ്പെടട്ടെ എന്ന് ആവർത്തിച്ച് പറയുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനം എടുത്തു വെച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇത് ദ ലിറ്റിൽ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ ചെറിയ സുവിശേഷം, യേശുനാമം എന്ന് പറയുന്ന ചെറിയ സുവിശേഷം, അവൻ യേശു എന്ന് പേരിടണം എന്ന ആ വചനം യേശുനാമത്തിൻ്റെ വലിയൊരു അഭിഷേകമാണ്. അപ്പോൾ യേശുനാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ വണങ്ങേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ തിരുനാമ ഭക്തിയും തിരുമുഖ ഭക്തിയും ഒരുമിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുനാമം വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തിൻ്റെ പദ്ധതികളുമായും
ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളുമായും ഈശോയുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളുമായും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുനാമ പ്രാർത്ഥനയായി മാറുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികളെന്ന്. നമ്മൾ ഇതുവരെ കണ്ടത് 2 പ്രത്യേകമായിട്ടുള്ള പദ്ധതികളാണ്. അതിലൊന്ന് എല്ലാവരെയും രക്ഷിക്കുക എന്ന് പറയുന്ന ഈശോയുടെ പദ്ധതി, 2 ഹൃദയങ്ങളിൽ രാജാവായി വാഴുക എന്ന് പറയുന്ന ഈശോയുടെ പദ്ധതി. ഇന്ന് ഈശോയുടെ ഒരു 3ാമത്തെ പദ്ധതിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. അത് ഇതാണ്: ഡ്രൈവ് ബാക്ക് ഡാർക്ക്നെസ്. ജീസസ് ഹാഡ് എ പ്ലാൻ ടു ഡ്രൈവ് ബാക്ക് ഡാർക്ക്നെസ്. അതായത് പിശാചിനെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി ഈശോയ്ക്കുണ്ടായിരുന്നു. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന വാഗ്ദാനത്തിൽ തന്നെ പിശാചിൻ്റെ തല തകർക്കുന്നവനായ രക്ഷകനെ കുറിച്ചുള്ള സൂചനയുണ്ട്. ഉൽപ്പത്തി 3:15 നമ്മളിങ്ങനെ വായിക്കുന്നു: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിശാചിൻ്റെ തല തകർക്കുന്നവനാണ്, അന്ധകാരത്തെ ഓടിക്കുന്നവനാണ് ഈശോ. ഈശോയുടെ ആ ദൗത്യത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഹെബ്രായർ 2:14-15. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നതുപോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്വത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോ എന്തിനു വേണ്ടിയാണ് മനുഷ്യാവതാരം ചെയ്തത് എന്ന് ഹെബ്രായ ലേഖക കർത്താവ് എഴുതുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈശോ തൻ്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം നേടി അങ്ങനെ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ ഈശോ നശിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ തിരുവചനം: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ഹല്ലേലൂയ. ഈശോ തൻ്റെ കുരിശുമരണത്താൽ പിശാചിനെ ഒരു അവഹേളനാ പാത്രമാക്കി എന്നാണ് വചനം നമ്മോട് പറയുന്നത്. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രകാശമായി തീർന്നുകൊണ്ടാണ് അന്ധകാരത്തെ അകറ്റിയത്. ഈശോയുടെ ഒരു പദ്ധതിയാണ് പിശാചിനെ തോൽപ്പിക്കുക, അന്ധകാരത്തെ അകറ്റുക എന്ന് പറയുന്ന ഈ പദ്ധതി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിക്കുകയാണ്, ഈശോയുടെ ഈ പദ്ധതി അത് എൻ്റെ പദ്ധതിയായിട്ട് മാറണം. എനിക്കും ഒരു പദ്ധതി ഉണ്ടാകണം. അന്ധകാരത്തെ, എൻ്റെ തന്നെ ഉള്ളിലുള്ള ചില അന്ധകാരങ്ങളുണ്ട്. അഹങ്കാരം ഒരു അന്ധകാരമാണ്, അസൂയയും സ്വാർത്ഥതയും അന്ധകാരമാണ്, വഞ്ചനയും വിദ്വേഷവും അന്ധകാരമാണ്, കലഹവും ഭിന്നതയും വിഭാഗീയതയും വർഗീയതയും അന്ധകാരമാണ്. ഇപ്രകാരം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അന്ധകാരത്തെ ഈശോയാകുന്ന പ്രകാശം വഴി നമ്മുടെ ഉള്ളിൽ നിന്ന് അന്ധകാരം അകറ്റണം. ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുക്കണം. ഈശോയുടെ പദ്ധതിയാണ്. നമ്മൾ പ്രകാശമായി മാറണമെന്നത് ഈശോയുടെ പദ്ധതിയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ നമ്മൾ അകറ്റിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള അന്ധകാരത്തെ അകറ്റാൻ പറ്റും.
ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമാവുക എന്നൊരു ദൗത്യമുണ്ട്. ഈശോ ലോകത്തിൻ്റെ പ്രകാശമായതുപോലെ, പിശാചിനെ തോൽപ്പിച്ചതുപോലെ നമുക്കും പിശാചിനെ തോൽപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ഇരുട്ടാണ്. സുഖലോലുപത ഇരുട്ടാണ്, മദ്യലഹരി ഇരുട്ടാണ്, അവിഹിത വീഴ്ചകളും വിഷയാസക്തിയും ഇരുട്ടാണ്, കലഹവും അസൂയയും ഇരുട്ടാണ്. നമ്മൾ ഇരുട്ടിൽ നിന്ന് മോചനം പ്രാപിക്കുകയും മറ്റുള്ളവരെ ഇരുട്ടിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രകാശമായി മാറുന്നത്. അപ്പോൾ അച്ഛൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ പ്രകാരമൊരു കാര്യം മനസ്സിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പിശാചിനെ തോൽപ്പിക്കുക എന്ന പദ്ധതിയാണ്. അത് അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുക, തുടച്ചു മാറ്റുക എന്ന പദ്ധതിയാണ്. എനിക്കും അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകണം. ഈശോയുടെ പദ്ധതിയെ ഞാൻ ഏറ്റെടുക്കണം, അതിനോട് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കണം. അപ്പോൾ ഞാൻ ഈശോയെ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഫലദായകമായി മാറും. നമുക്കറിയാം, വിശുദ്ധർക്ക് അപ്രകാരം പദ്ധതി ഉണ്ടായിരുന്നു. പാപത്തിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് പരിശ്രമിക്കണം, അപരനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ പ്രകാശമായി മാറും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആയിരുന്നു കൊണ്ട് പിശാചിനെ തോൽപ്പിച്ചവനായ ഈശോ, ലോകത്തിൻ്റെ മേൽ വിജയം നേടിയവനായ ഈശോ, നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരത്ഭുതകരമായ അതിശയകരമായൊരു സമയമാണിത്. അഭിഷേകത്തിൻ്റെ ഒരു സമയമാണ്. ഈ സമയം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ, തിന്മകളെ എടുത്തു മാറ്റും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വെളിച്ചമായവനെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. സ്വയം ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. കരമടിച്ച് സ്വരൂപനം ഈശോ, നിന്റെ സ്നേഹത്തിലെന്നെ പൊതിയണമേ. സ്വരൂപനാമീശോ, നിന്റെ സ്നേഹത്തിലെന്നെ പൊതിയണമേ. സ്നേഹസ്വരൂപനാമീശോ, നിന്റെ സ്നേഹത്തിലെന്നെ പൊതിയണമേ. സ്നേഹസ്വരൂപനാമീശോ, നിന്റെ സ്നേഹത്തിലെന്നെ പൊതിയണമേ. ശാന്തി സ്വരൂപനാമീശോ, നിന്റെ ശാന്തിയിലെന്നെ വളർത്തണമേ. സ്വരൂപനാമീശോ, നിന്റെ ശാന്തിയിലെന്നെ വളർത്തണമേ. ശാന്തി സ്വരൂപനാമീശോ, നിന്റെ ശാന്തിയിലെന്നെ വളർത്തണമേ. ശാന്തി സ്വരൂപനാമീശോ,
സ്വരൂപനമീശോ നിന്റെ ശാന്തിയിലെന്നെ വളർത്തണമേ. ആത്മസ്വരൂപനമീശോ എൻ്റെ ആത്മാവിലെന്നും വസിക്കണമേ. ആത്മസ്വരൂപനമീശോ എൻ്റെ ആത്മാവിലെന്നും വസിക്കണമേ. ആത്മസ്വരൂപനമീശോ എൻ്റെ ആത്മാവിലെന്നും വസിക്കണമേ. ആത്മസ്വരൂപനമീശോ എൻ്റെ ആത്മാവിലെന്നും വസിക്കണമേ. സ്വർഗീയ വരനാമീശോ നിന്റെ മണവാട്ടിയായ എന്നെ സ്വീകരിക്കണേ. 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 ആരാധന ഹല്ലേലൂയ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധന 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 ആരാധന. അനേകം മക്കളെ കർത്താവ് തൊടുന്നു. അനേകം മക്കളുടെ ഹൃദയത്തിൽ വലിയ സ്വർഗീയമായ ആനന്ദം സ്വയമായി ലയിച്ചു തരുന്നതിനുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. സാധിക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങട്ടെ. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് കുഞ്ഞെ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് ഈ ആശീർവാദം ഇപ്പോൾ കടന്നു വരികയാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാം. അതുപോലെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർ, ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർ, വന്ധ്യമായിട്ടുള്ള ഉദരങ്ങൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, യുവതി യുവാക്കൾ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ, സ്വന്തമായി ഭവനമില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, ദൂരങ്ങളിലായിരിക്കുന്ന സമയങ്ങളിൽ അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാന്തതയിൽ, ദുഃഖത്തിൽ, നിരാശയിൽ കഴിയുന്നവരൊക്കെ ഓർക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയുടെ ദിവ്യകാരുണ്യ മുഖശോഭ നമ്മളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് അന്ധകാരത്തെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി, നമ്മളെ ഈശോ പ്രകാശമാക്കി മാറ്റുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ 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 ഈശോയേ
ഈശോയേ ഈശോയേ ഈശോയേ ഈശോയേ ഈശോയേ. സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.